PC ജോർജ് എന്ന രാഷ്ട്രീയ മാലിന്യത്തിന് കേരള പോലീസ് ഒരു പൂട്ടിട്ടതിന് പിന്നാലെ PC ജോർജ് ഈ കേസിന് ആധാരമായ വിദ്വേഷ പരാമർശം നടത്തിയ ജനം ടിവിയുടെ ചാനൽ ചർച്ച അന്ന് നയിച്ചിരുന്ന ജനം ടിവിയുടെ അവതാരകൻ അനിൽ നമ്പ്യാരെ കൂടി ഈ കേസിലെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ്. പ്രമുഖ നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വക്കീൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: തീർച്ചയായും പോലീസ് ഏറ്റവും മികച്ച രീതിയിലാണ് ജനം ജോർജ് എപ്പിസോഡ് പൂർത്തിയാക്കിയത്. ഇനി അനിൽ നമ്പ്യാരെ കൂടി പ്രതിപട്ടികയിൽ ചേർത്ത് റിപ്പോർട്ട് നൽകണം. വിനാശകാലെ വിപരീത ബുദ്ധി, ജോർജിന് ഹാപ്പി റിമാൻഡ് ലൈഫ് നേരുന്നു. ഇങ്ങനെ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഷുക്കൂർ വക്കീൽ അനിൽ നമ്പ്യാരെ കൂടി, അന്ന് ചാനൽ ചർച്ച നയിച്ചിരുന്ന അനിൽ നമ്പ്യാരെ കൂടി ഇതിൽ പ്രതിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതൊരു സാധാരണ ആവശ്യമായി തള്ളിക്കളയാനാവില്ല. കാരണം ആ ചാനൽ ചർച്ചയുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, PC ജോർജിന് ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ ഒരു അവസരം അനിൽ നമ്പ്യാർ ഒരു തടസ്സവുമില്ലാതെ ഒരുക്കി നൽകുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ്. ആ ചാനൽ ചർച്ച ലീഗിനെ കുറിച്ചുള്ളതായിരുന്നു. ലീഗ് പാകിസ്ഥാൻ വാദികളോ എന്ന തലക്കെട്ടോടു കൂടിയുള്ള ആ ചർച്ചയെ നയിച്ചത് അനിൽ നമ്പ്യാരായിരുന്നു. CPM-നെയും LDF-നെയും പ്രതികരിച്ച PM സുരേഷ് ബാബുവും മുസ്ലിം ലീഗിനെ പ്രതികരിച്ച CK ഷാക്കിറുമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിൽ BJPയുടെ ഒരു പ്രതിനിധി എന്ന രൂപത്തിലായിരുന്നു PC ജോർജ് അവതരിപ്പിക്കപ്പെട്ടത്. ആ PC ജോർജിനോട് ലീഗ് വർഗീയവാദികളാണോ എന്ന നിലയിൽ ഒരു ചോദ്യം ഈ അനിൽ നമ്പ്യാർ ചോദിച്ച ശേഷം ഏകദേശം 5 മിനിറ്റ് നേരത്തോളം PC ജോർജ് നിയമവിരുദ്ധമായ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും ചാനൽ ചർച്ച നയിച്ച അനിൽ നമ്പ്യാർ അത് തടയാനോ PC ജോർജിനോട് ഇതൊക്കെ ഈ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ PC ജോർജിന്റെ വിവാദമായ ചാനൽ ചർച്ചയുടെ ശബ്ദരേഖ ഒന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിമുണ്ട്, പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. അതിൽ തന്നെ പൊരുത്തക്കേടില്ലേ? നമ്പ്യാരെ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ 2 മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ. രണ്ടും പുച്ഛത്തോടു കൂടിയാണ്. ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട, പുച്ഛത്തോടു കൂടി ഞാൻ കാണുന്നത്. ചുമ്മാ ഇത് വിവരക്കേടും കള്ളത്തരവും പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടായി, നമ്പ്യാർക്ക് അറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ CPM-ന്റെ മന്ത്രി ഉണ്ടല്ലോ, അയാള് CPM-ന്റെ മന്ത്രിയാന്ന് ഓർക്കണം, ഇപ്പൊ രാജിവെച്ചിരിക്കുക, മന്ത്രിയല്ല അയാള്. KT ജലീല്, SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, അന്ന് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി. എന്തിന്? അവിടെ BJP സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ. ഇതിന്റെ മര്യാദ എന്താ? 44,000 വോട്ടാണ് ഒരുമിച്ച് ചെയ്തത്, അറിയാമോ? നിങ്ങൾ 2 മാന്യന്മാരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടാ പറയുന്നത്. ഈ ഊളത്തരൊന്നും ഞാനിരിക്കുന്നോർത്ത് പറയരുത്, എനിക്ക് തർക്കമുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. അവർ വോട്ട് ചെയ്തു, എന്നിട്ട് BJP സ്ഥാനാർത്ഥി തോൽപ്പിച്ചു. വലിയ മഹത്വമായി പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൂഞ്ഞാറ് നിയോജകമണ്ഡലത്തിൽ എന്താണ് ഉണ്ടായി? എന്റെ അനുഭവം, ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ലല്ലോ, ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് എന്താ ഇത്? 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോപ്പിച്ചു. എന്നിട്ട് SDP-യുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പ്യാരെ, രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക,
നിങ്ങളൊരു മഠയനാകരുത്. ഈ ശബ്ദരേഖയിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, അനിൽ നമ്പ്യാർ വലിയ തോതിൽ PC ജോർജിനെ ഒരു നിശബ്ദതയിലൂടെ ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത, അനിൽ നമ്പ്യാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ PC ജോർജ് ഇത്രയും നേരം തുടർച്ചയായി ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനിൽ നമ്പ്യാർ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടാൻ എല്ലാം കൊണ്ടും അർഹനാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും PC ജോർജിന് പിന്നാലെ ഈ കേസിന്റെ കുരുക്കുകൾ ജനം ടിവിയുടെ അവതാരകൻ അനിൽ നമ്പ്യാറിലേക്കും നീളുകയാണ് എന്ന സംശയം ബലപ്പെടുകയാണ്.